ഹിസ്റ്ററി ഈസ് ടോൾഡ് ബൈ ദോസ് ഹു റിപ്പോർട്ടഡ്. BBC പുറത്തുവിട്ടിരിക്കുന്ന ഒരു വീഡിയോയുടെ ആദ്യ വാചകം ഇങ്ങനെയാണ്: വിയറ്റ്നാമിൽ, എത്തോപ്യയിൽ, ടിയാനൻമെൻ സ്ക്വയറിൽ, റുവാണ്ടയിൽ, സിറിയയിൽ, യുക്രൈനിൽ, അങ്ങനെ ലോകത്തിൻ്റെ ഏതൊരു കോണിലും യുദ്ധമോ സംഘർഷങ്ങളോ പൊട്ടിപ്പുറപ്പെടുമ്പോൾ അവിടെ എന്താണ് സംഭവിക്കുന്നത് എന്ന് പുറം ലോകത്തെ അറിയിക്കാനായി ആ രാജ്യത്തിനകത്തു നിന്നും പുറത്തുനിന്നുമെല്ലാം മാധ്യമപ്രവർത്തകർ എത്താറുണ്ട്. പക്ഷേ ഗാസയിൽ മാത്രം അത് സംഭവിക്കുന്നില്ല എന്ന് BBC പറയുന്നു. അവിടെ നടക്കുന്നത് എന്താണെന്ന്, ഇസ്രായേൽ പലസ്തീൻ ജനതയോട് എന്താണ് ചെയ്യുന്നത് എന്ന് ലോകത്തെ അറിയിക്കാൻ ആകെ സാധിക്കുന്നത് അവിടെയുള്ള പലസ്തീനികൾക്ക് മാത്രമാണ്. കാരണം പുറത്തുനിന്നുള്ള മാധ്യമങ്ങൾക്ക് ഗാസയിൽ പ്രവേശനം പൂർണ്ണമായും നിഷേധിച്ചിരിക്കുകയാണ് ഇസ്രായേൽ. ഇതിനെതിരെയാണ് BBC ശക്തമായ ഭാഷയിൽ ഇപ്പോൾ രംഗത്ത് വന്നിരിക്കുന്നത്. BBCക്കൊപ്പം AFPയും റോയിട്ടേഴ്സും AP-യും ഈ ആവശ്യവുമായി എത്തിയിട്ടുണ്ട്. പലസ്തീനിലെ മാധ്യമപ്രവർത്തകർ നേരിടുന്ന നമ്മുടെ എല്ലാം ചിന്തകൾക്ക് അതീതമായ സംഘർഷാവസ്ഥയെക്കുറിച്ച് BBC വളരെ വ്യക്തമായി ഈ വീഡിയോയിൽ പറയുന്നുണ്ട്. പലസ്തീനിൽ മാധ്യമപ്രവർത്തകർ നിരന്തരം കൊല്ലപ്പെടുകയാണെന്ന ക്രൂരമായ യാഥാർത്ഥ്യത്തെയും BBC തുറന്നു കാണിക്കുന്നുണ്ട്. ഗാസയിൽ റിപ്പോർട്ടിങ്ങിൻ്റെ ഭാരം അത് പലസ്തീനികളുടേത് മാത്രമായി മാറുന്നു. ആ മാധ്യമപ്രവർത്തകർ പട്ടിണിയും വെടിയുണ്ടകളും സംഘർഷവും മരണവും എല്ലാം നേരിടേണ്ടി വരുന്നുവെന്നും BBC പറയുന്നു. ഗാസയിലേക്കുള്ള മാധ്യമപ്രവർത്തകരുടെ പ്രവേശനം തടയുന്നത് സുരക്ഷാ കാരണങ്ങൾ മാത്രം മുൻനിർത്തിയാണ് എന്നാണ് ഇസ്രായേൽ സേനയും ഇസ്രായേലിലെ കോടതികൾ പോലും വാദിക്കുന്നത്. പക്ഷേ ആ വാദം ലോകം ഇനിയും വിശ്വസിക്കുന്നുണ്ട് എന്ന് നമുക്ക് കരുതാനാകില്ല. BBCയുടെ ഈ വീഡിയോ തന്നെ അതിനുള്ള ഏറ്റവും വലിയ തെളിവാണ്. മറ്റു ചില പ്രത്യേകതകൾ കൂടി BBCയും മറ്റ് വാർത്താ ഏജൻസികളും ചേർന്ന് പുറത്തുവിട്ടിരിക്കുന്ന ഈ വീഡിയോയ്ക്കുണ്ട്. പലസ്തീൻ ജനതയ്ക്ക് നേരെ ഇസ്രായേൽ നടത്തുന്ന അധിനിവേശവും അക്രമവും റിപ്പോർട്ട് ചെയ്യുമ്പോൾ പലപ്പോഴും വെസ്റ്റേൺ മാധ്യമങ്ങൾ ഇസ്രായേൽ അനുകൂല നിലപാടാണ് സ്വീകരിച്ചു വന്നിട്ടുള്ളത്. 2023 ഒക്ടോബർ 7 ഹമാസ് നടത്തിയ ആക്രമണത്തിന് ശേഷം ആ ഇസ്രായേൽ അനുകൂല നിലപാട് ശക്തിപ്പെടുന്നതാണ് നമ്മൾ കണ്ടത്. പിന്നീട് ഇസ്രായേൽ നടത്തിയ ഓരോ നീക്കത്തെയും ഇസ്രായേൽ സ്വയം രക്ഷയ്ക്കായി ചെയ്യുന്ന കാര്യങ്ങൾ എന്ന ധ്വനിയോടെയാണ് ആദ്യഘട്ടങ്ങളിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ടത്. പക്ഷേ കഴിഞ്ഞ 2 വർഷത്തിനിടയിൽ ഇസ്രായേൽ പലസ്തീനിൽ നടത്തുന്ന വംശഹത്യാ ശ്രമങ്ങൾ പല പാശ്ചാത്യ മാധ്യമങ്ങളെയും അക്ഷരാർത്ഥത്തിൽ ഞെട്ടിച്ചിട്ടുണ്ട്. ഇപ്പോൾ വമ്പൻ മാധ്യമങ്ങൾ പലരും ഇസ്രായേൽ പലസ്തീനിൽ നടത്തുന്നത് വംശഹത്യയാണ് എന്ന നിലപാടിലേക്ക് തന്നെ നീങ്ങിയിട്ടുണ്ട്. പലസ്തീനിൽ മാധ്യമപ്രവർത്തകർ വെടിയുണ്ടകളേറ്റ് മരിച്ചു വീഴുമ്പോൾ അത് ലോകത്തെ, പ്രത്യേകിച്ച് പാശ്ചാത്യ ലോകത്തെ മാധ്യമപ്രവർത്തക സർക്കിളുകളിൽ വലിയ ചലനമൊന്നും ഉണ്ടാക്കിയിരുന്നില്ല. UN പുറത്തുവിട്ട കണക്കുകൾ പ്രകാരം 248 മാധ്യമപ്രവർത്തകരാണ് കഴിഞ്ഞ 2 വർഷത്തിനിടെ പലസ്തീനിൽ കൊല്ലപ്പെട്ടത്. മാധ്യമപ്രവർത്തകരെ തിരഞ്ഞു പിടിച്ചില്ലാതാക്കാനായി ഇസ്രായേൽ സ്നൈപ്പേഴ്സിന് ഉപയോഗിക്കുന്ന റിപ്പോർട്ടുകളെ പല മാധ്യമപ്രവർത്തകരുടെയും മരണം ശരിവെക്കുകയും ചെയ്തിരുന്നു. പക്ഷെ അപ്പോഴൊന്നും പാശ്ചാത്യ ലോകത്തെ മാധ്യമപ്രവർത്തകർക്ക് അത്രയൊന്നും ഇളക്കം സംഭവിച്ചിരുന്നില്ല. പക്ഷേ ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്ന വീഡിയോയിൽ അവർ ഫെല്ലോ പലസ്തീനിയൻ ജേർണലിസ്റ്റ് എന്ന വാക്കുകൾ നമുക്ക് കേൾക്കാം. പലസ്തീനിലെ മാധ്യമപ്രവർത്തകർ ജീവൻ പണയം വെച്ച് നടത്തുന്ന റിപ്പോർട്ടിംഗ് തങ്ങളുടെ കൂടി ചുമതലയും പങ്കുവയ്ക്കപ്പെടേണ്ട ഉത്തരവാദിത്വവുമാണ് എന്ന് BBCയുടെ വീഡിയോയിൽ പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇസ്രായേലിനോട് അവർ ആവർത്തിച്ചു പറയുന്നത് ഗാസയിൽ ഞങ്ങൾ മാധ്യമപ്രവർത്തകരെ ഞങ്ങളുടെ ജോലി ചെയ്യാൻ അനുവദിക്കൂ എന്നാണ്. ഞങ്ങൾ നേരിട്ട് കാണുന്നതിന് സ്വതന്ത്രമായി രേഖപ്പെടുത്തി വെക്കാൻ അനുവദിക്കൂ എന്നാണ്. പക്ഷേ ഇസ്രായേൽ ഇതിനോട് കണ്ടില്ലെന്ന ഭാവം തന്നെയാണ് നടിക്കുന്നത്. സുരക്ഷാ പ്രശ്നങ്ങളുണ്ട് എന്ന് തന്നെയായിരിക്കും ഇസ്രായേൽ ഇനിയും ആവർത്തിക്കാൻ പോകുന്നതും. പക്ഷേ മാധ്യമങ്ങളുടെ വരവിനെ ഇസ്രായേൽ ഇത്രയും ഭയക്കുന്നതിന് കാരണം ഗാസയിൽ തങ്ങൾ നടത്തുന്ന വംശഹത്യാ ആക്രമണങ്ങളുടെ യഥാർത്ഥ രൂപം ലോകം അറിയും എന്ന പേടിയായിരിക്കാമെന്നാണ് നിരവധി പേർ ചൂണ്ടിക്കാണിക്കുന്നത്. എന്തായാലും BBC വീഡിയോ അടക്കം പുറത്തിറക്കി ക്യാമ്പയിൻ സ്വഭാവത്തിൽ ആരംഭിച്ചിരിക്കുന്ന ഗാസയിൽ റിപ്പോർട്ടിംഗ് അനുവദിക്കണമെന്ന ആവശ്യത്തോട് ഇസ്രായേൽ ഏതെങ്കിലും രീതിയിൽ പ്രതികരിക്കുമോ എന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം.